നമ്മൾ 2-3 പേരുകൾ ഇങ്ങനെ ചർച്ച നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മുജീബ് അതിനകത്തുണ്ടായിരുന്നില്ല. നമ്മൾ ഏതാണ്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്തെങ്ങാണ്ടാണ് കിഷ്കിന്ധാകാന്ഡം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് കണ്ടിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടറെ ഫിക്സ് ചെയ്തോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. കണ്ടപ്പോൾ അത് പടം ഭയങ്കര രസമുള്ള ഒരു വേറൊരു ഡയമെൻഷനിലൂടെയൊക്കെ പോകുന്നൊരു പടമായിരുന്നു. അതിന് മ്യൂസിക് ഭയങ്കര രീതിയിൽ എൻഹാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം നല്ലൊരു ഓപ്ഷനാണെന്ന് അന്നേരം തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ സാറിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അത് ഓക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹം ഇന്നാവുകയാണ് ചെയ്തത്. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്നിപ്പം തോന്നുന്നു. മുജീബിന് ആക്ച്വലി ബാഹുല് ഓൾറെഡി പരിചയമുണ്ട്. കിഷ്കിന്ധാകാന്ഡം ആദ്യം നമ്മുടെ സുഷിനായിരുന്നു. അതിനുശേഷം കിഷ്കിന്ധാകാന്ഡം കുറച്ച് ഡിലേ ആയി. പിന്നെ സുഷിൻ നല്ല തിരക്കായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബാഹുൽ ഇങ്ങനെ ഈ മുജീബിൻ്റെ കാര്യം പറയുന്നത്. മുജീബുണ്ട്, നമുക്ക് ഒന്ന് ട്രൈ ചെയ്താലോ. അങ്ങനെയാണ് കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം പിന്നെ പറയണ്ടല്ലോ, രേഖാചിത്രം എല്ലാം ഹിറ്റ്. അവൻ്റെ മീറ്റർ